ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ മക്കൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മോൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. നമുക്ക് മക്കൾക്ക് വെയിറ്റ് ഗ്രോത്തിനൊക്കെ കൊടുക്കുന്ന ഫുഡിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഇത്. തടി കൂടാനായിട്ട് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഒന്നാണ് ഈ ഒരു നേന്ത്രപ്പഴം. അതിൽ ചില മക്കൾക്ക് നേന്ത്രപ്പഴം അത്ര തന്നെ ഇഷ്ടപ്പെടില്ല, അവർ കഴിക്കില്ല. മോനൊക്കെയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് പറ്റില്ല, ഇഷ്ടമില്ല എന്ന് പറയും ചില സമയങ്ങളിൽ കിട്ടും. അപ്പോൾ അങ്ങനെ കഴിക്കാത്ത ടൈമിൽ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. നോർമലി ഞാൻ ചെയ്യാറുള്ളത് പഴം അങ്ങനെ ചെറിയ രീതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് നെയ്യിലൊക്കെ ഇട്ട് വാട്ടി തേങ്ങയൊക്കെ ഇട്ടും അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടമാണ്. ചില സമയത്ത് അങ്ങനെ കഴിക്കും കേട്ടോ. ഓരോ സമയത്ത് ഓരോ തോന്നലല്ലേ. പിന്നെ അങ്ങനെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് 2 മുട്ടയൊക്കെ ഇടും. പാലുണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നെയ്യും ഒക്കെ ഇട്ടിട്ട് ഒന്നും, പാലില്ലെങ്കിൽ നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഒന്ന് അടിച്ചെടുക്കുക. മുട്ടയും പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുക. അതിൻ്റെ ഒരു ഞാനിട്ടുള്ള വൈറ്റ് പൊടി ഉണ്ടല്ലോ, അത് മൈദപ്പൊടിയാണ്. അതിന് പകരം നമുക്ക് മൈദ വേണ്ടെങ്കിൽ ആട്ട എടുക്കാം. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ നമുക്ക് മക്കൾക്ക് കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ, അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന, അതെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എടുത്തിട്ട് എടുക്കുക. പിന്നെ ഞാൻ അളവുകളൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല, എൻ്റെ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് പാലൊഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. അതിന് പാലില്ലെങ്കിൽ നമുക്ക് വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. പാലുണ്ടെങ്കിൽ അതന്നെ എടുക്കുക. മക്കൾക്കൊന്നുകൂടി ഹെൽത്തി ആണല്ലോ. പിന്നെ നമ്മളിതാ നേരെ ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വലിയ പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു 2-3 ആക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മക്കൾക്ക് സ്നാക്കൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. നമ്മൾ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ കൊടുക്കുമല്ലോ. മോനിക്കാണെങ്കിൽ അത് ബേബിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവനങ്ങനെ ചോദിക്കും. അപ്പോൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ ചെറിയ സൈസാക്കിയിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റാന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ അവനക്ക് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമാവും ചെയ്യുമല്ലോ, ഒന്നുകൂടെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ മക്കൾക്ക് പരമാവധി ബേക്കറി ഐറ്റംസൊക്കെ കുറച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില മക്കൾക്ക് ഒന്നുകൂടെ കളർഫുൾ ആയാലും ഇഷ്ടമാവും. അപ്പോൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ ചെറിയൊരു ബീട്രൂട്ടിൻ്റെ പീസ്, ഇനി അതല്ലെങ്കിൽ ഒന്നുകൂടി മഞ്ഞ കളർ കിട്ടാനായിട്ട് ക്യാരറ്റിൻ്റെ പീസ്, നമുക്കതിൻ്റെ ചുവ മാറിപ്പോകരുത്. അപ്പോൾ അതിന് ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറുമല്ലോ. അപ്പം ഒരു കളറിന് മാത്രമായിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുകയും ചെയ്യலாம். അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും സപ്പോർട്ടാക്കാനും ഷെയർ ആക്കാനൊന്നും മറക്കല്ലേ.